ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു ക്യാരസോളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ഇമേജസ് ആണെങ്കിലും അഡ്മിൻ പാനലിൽ നിന്ന് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഇമേജസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ ബട്ടണും നമുക്കത് മാറ്റാൻ കഴിയും. പിന്നെ നിങ്ങൾ എന്തെല്ലാം കാറ്റഗറീസ് ഓഫ് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഷൂസ് ആണോ, ടീഷർട്ട്സ് ആണോ, വാച്ചസ് ആണോ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ്, അതായത് നിങ്ങൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത പ്രൊഡക്ട്സൊക്കെ ഇവിടെ വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ വേറെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ട്രെൻഡിങ് പ്രൊഡക്ട്സ്, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ട്രെൻഡിങ് പ്രൊഡക്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്. റെക്കമെൻഡഡ് പ്രൊഡക്ട്സ്, അത് നമ്മുടെ ഓരോ യൂസറെയും സെർച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൺവേർഷൻസും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ലിമിറ്റഡ് ടൈപ്പ് ഓഫേഴ്സുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഇവിടെ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പ്രൊഡക്ട്സ് അതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. റിലേറ്റഡ് പ്രൊഡക്ട്സ്, പിന്നെ പ്രൊഡക്റ്റ് ഹിസ്റ്ററി, അതായത് ഓരോ യൂസർ പ്രീവിയസ്ലി എടുത്ത് നോക്കിയ പ്രൊഡക്ട്സ് അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കൺവേർഷൻസ്, അതായത് അവർക്ക് വാങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഹെൽപ്പ് ബാങ്ക്, പിന്നെ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഈ പേജ് നമുക്ക് വേണമെങ്കിൽ ഏത് ലാംഗ്വേജ്, മലയാളം വേണമെങ്കിൽ മലയാളം, അറബി വേണമെങ്കിൽ അറബി, ഈ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് പ്രൊഡക്റ്റ് പേജാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജീൻസ് എടുത്താൽ നമ്മൾ ജീൻസിൻ്റെ സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ജീൻസ് റിസൾട്ട്സ് 6 ജീൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഏത് ജീൻസാണ് വേണ്ടത് ഇപ്പോൾ സെലക്ട് ചെയ്ത് ഈ ജീൻസ് ഞാൻ എടുത്തു. ഈ ജീൻസ് എടുത്തു നമുക്ക് ഈ നൈസായിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ജീൻസ് എടുത്തിട്ട് നമ്മൾ അതിന് ഇമേജസ് എല്ലാം നോക്കി കളർ ഏതാണ് വേണ്ടത് ചൂസ് ചെയ്ത്, സൈസ് ചൂസ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് ചൂസ് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുത്ത് അതേപോലെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ വരുന്നത് എങ്ങനെയാണ്, റിവ്യൂസ്, നിങ്ങൾ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാൻ പറ്റും. കറക്റ്റ് റേറ്റ്, സ്റ്റാർസും കാര്യങ്ങളൊക്കെ, പിന്നെ ഏത് യൂസറാണ് പോസ്റ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിനായിട്ട് റിലേറ്റഡ് ആയ പ്രൊഡക്ട്സും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നല്ല ഹിസ്റ്ററി നമുക്ക് നോക്കി ജീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആഡ് ടു കാർട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യും. 10 ഐറ്റംസ് ആണുള്ളത്. അത് ആദ്യം ആഡ് ചെയ്ത 9 ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 10 ഐറ്റംസ്. പ്രൊസീഡ് ടു ചെക്കൗട്ട് എടുത്തതിന് ശേഷം നമുക്ക് ചെക്കൗട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഷിപ്പ് ചെയ്ത് സർവീസ് കൊടുക്കും. നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്: ക്യാഷ് ഓൺ ഡെലിവറി, COD, അഡ്വാൻസ്, ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ഡെലിവറി ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. COD അഡ്വാൻസ് ആണെങ്കിൽ നമുക്കിപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എമൗണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും ആ എമൗണ്ട് ഓൺലൈനായിട്ടും വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ യൂസേജ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ട് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ പൈസ ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ ഓർഡർ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമുക്ക് ടെലിഗ്രാമിൽ ഇതുപോലത്തെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഓർഡറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ, ഇനി നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ QR സ്കാൻ ചെയ്തിട്ട് ഇമെയിൽ ഐഡിയും ട്രാൻസാക്ഷൻ ഐഡിയും കൊടുത്ത് വെരിഫൈ പേയ്മെൻറ്റ് കൊടുത്താൽ ആ പേയ്മെൻറ്റ് നമുക്ക് വെരിഫൈ ആയി കിട്ടും. അപ്പോൾ ഇവിടെ പെയ്ഡ് 100 കാണിക്കും. COD അഡ്വാൻസ് ആവണം എങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് യൂസേഴ്സിന് കാണാൻ പറ്റും. ഇനി നമ്മൾ മൈ പ്രൊഫൈൽ എടുത്തിട്ട് അവിടെ നിന്ന് ഓർഡേഴ്സ്, അതായത് ആ യൂസറിൻ്റെ ഓർഡേഴ്സ് അവർക്ക് കാണാൻ പറ്റും. അവരെന്തെല്ലാം സാധനം ഓർഡർ ചെയ്തു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ്. അവിടുത്തെ അവർ ഏത് സാധനം ഓർഡർ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഈസിലി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതായി വരുന്നത് ഇതിൻ്റെ അഡ്മിൻ പാനലാണ്. അഡ്മിൻ പാനൽ വരുന്നത് നമുക്ക് ഡാഷ്ബോർഡ് പ്രൊഡക്ട്സ്, ഓർഡേഴ്സ്, കസ്റ്റമേഴ്സ്, പേജ് സെറ്റിംഗ്സ് ആണ്. ഡാഷ്ബോർഡ് നിങ്ങൾക്ക് എത്ര സെയിൽസ് കിടന്നു, എത്ര ഓർഡേഴ്സ് വന്നു, എത്ര പ്രൊഡക്ട്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഗ്രാഫ്, പിന്നെ എന്നുള്ള പ്രൊഡക്ട്സ്, ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, കാറ്റഗറീസ്, ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള ബയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള പ്രൊഡക്ട്സ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇമേജസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഡേഴ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ് വന്ന ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടിട്ട് പ്രിൻ്റ് എടുക്കാം മാനേജ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഡെലിവറി മാർക്കറ്റ് പേ കൊടുക്കാം. പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് പെയ്ഡായിട്ട് കാണിക്കും. പിന്നെ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡെലിവറി എന്ന് കൊടുക്കാം. പിന്നെ കസ്റ്റമേഴ്സിന് വരുമ്പോൾ നമുക്ക് ഏതെല്ലാം കസ്റ്റമേഴ്സാണ് ഈ സ്റ്റോറിൽ അത് അക്കൗണ്ട് ആക്കിയിട്ടുള്ളത് അത് കാണാൻ പറ്റും. അത് ഇട്ട് നമുക്ക് കസ്റ്റമർ വേണമെങ്കിൽ അഡ്മിനാക്കണമെങ്കിൽ അഡ്മിനാക്കാം. പിന്നെ സാധാ യൂസർ വന്നെങ്കിൽ യൂസർ മതി. പേജസ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും
സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. സെറ്റിങ്സ് വരുന്ന ടൈമിൽ നമുക്ക് പേര്, ലോഗോ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ കീവേഡ്സ്, ഫോൺ നമ്പർ, UPI ID, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾക്കിപ്പം ഫ്രണ്ടിൽ വേറെ ഇമേജസും കൂടി ആഡ് ചെയ്യണമെങ്കിൽ പാരസോളിങ് ഇത് കൊടുത്താൽ നിങ്ങൾക്ക് ഹോം പേജിൽ വേറെ ഇമേജസും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കറൻസീസ്, പേയ്മെൻറ്റ് മെത്തേഡ്സ്, ഡെലിവറി ഡേറ്റ്സ്, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് തീം മാറ്റണമെങ്കിൽ ഡിഫോൾട്ട് തീം മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ തീം നമുക്ക് ചൂസ് ചെയ്ത് സേവ് സെറ്റിങ്സ് കൊടുത്താൽ സെറ്റിങ്സൊക്കെ സേവ് ആകും. ഈ സ്മൂത്ത് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഈസി. നമുക്ക് കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൽ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇമെയിലും പാസ്വേഡും കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തതിന് ശേഷം ഇതിൽ ലോഗിൻ ചെയ്യാനും കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാൻ പോവുകയാണ്. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഗൂഗിളിൻ്റെ പേജിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അക്കൗണ്ട് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിന് കൺവേർഷൻസ് കൂടിയ നല്ല അടിപൊളി വെബ്സൈറ്റ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക.